ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വെജിറ്റബിൾ കുറുമയാണ് കേട്ടോ. വളരെ കുറച്ച് വെജിറ്റബിൾസ് വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുറുമ തയ്യാറാക്കാം. വളരെ സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ്, ഞാൻ ഒരു വലിയ സൈസ് ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ക്യൂബ്സ് ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഒരു മീഡിയം സൈസ് സവാള ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സവാള നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഒരു 6-7 ബീൻസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബീൻസ് അധികം ആകണ്ട കേട്ടോ. ഇനി ഒരു വലിയ പൊട്ടറ്റോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒരേ സൈസിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, ഞാനിവിടെ 3 പച്ചമുളകാണ്, അതും രണ്ടായിട്ട് നെടുകെ കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത്രയും വെജിറ്റബിൾസ് വെച്ചിട്ടാണ് നമ്മൾ ഈ വെജിറ്റബിൾ കുറുമ തയ്യാറാക്കുന്നത്. ഞാനിവിടെ മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. മൺചട്ടി ചൂടായി വരുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ല ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2-3 വറ്റമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വളരെ കുറച്ച് സമയം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. വറ്റമുളകൊക്കെ ഒരുപാട് അങ്ങ് മൂത്ത് പോകാനായിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ കറിവേപ്പിലയും വറ്റമുളകും റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാളയാണ് കേട്ടോ, അത് ക്യൂബ്സായിട്ട് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുത്തത്. സവാള ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി സവാള ഫാസ്റ്റായിട്ട് കുക്കായി വരാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാളയൊക്കെ അങ്ങ് വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. സവാള ഒന്ന് സോഫ്റ്റായി വന്നാൽ മതിയാവും. ഇവിടെ സവാള കളറൊക്കെ ചേഞ്ചായി ഒന്ന് ട്രാൻസ്പെറൻ്റായി വന്നിട്ടുണ്ട്. ആ സമയത്ത് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇനി 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂണാണ് കേട്ടോ. ഇനി ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാലയാണ്. ഈ ഗരം മസാലയൊന്നും അധികം ആകണ്ട. അധികമായാൽ നമ്മുടെ ഈ കുറുമയിൽ മസാലയുടെ ആ ഒരു കുത്തൽ മുന്നിട്ട് നിൽക്കും. അങ്ങനെ പൊടികൾ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീൻസും പൊട്ടറ്റോയും ക്യാരറ്റുമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം കേട്ടോ. കോളിഫ്ലവർ ചേർക്കാം, അതുപോലെ തന്നെ ഗ്രീൻ പീസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചേർക്കാം കേട്ടോ. ഞാനിവിടെ അധികം വെജിറ്റബിൾസ് ഒന്നും എടുത്തിട്ടില്ല. ആകെ എടുത്തിരിക്കുന്നത് പൊട്ടറ്റോയും ക്യാരറ്റും ബീൻസും ആണ്. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ മസാലയൊക്കെ നമ്മുടെ വെജിറ്റബിൾസിൽ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുക്ക് ചെയ്യാൻ പാകത്തുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ വെജിറ്റബിൾസ് മുങ്ങിക്കിടക്കുന്ന പരുവത്തിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറുമയല്ലേ, അതുകൊണ്ട് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. വെജിറ്റബിൾസിൻ്റെ ആ ലെവലിൽ നിൽക്കുന്ന പരുവത്തിൽ വെള്ളം ചേർത്ത് കൊടുത്തു. അതിനുശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ ഫ്ലെയിം അല്പം കൂട്ടിയിട്ടിട്ട് മൂടി വെച്ച് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് കുക്കായി വരുന്ന സമയം കൊണ്ട് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് തേങ്ങ ചെരുവത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുതിർത്ത് വെച്ച കശുവണ്ടിയാണ്. ഞാനിവിടെ 8 പീസ് കശുവണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ രണ്ടായിട്ട് പിളർന്ന കശുവണ്ടിയല്ല, മുഴുവനെയുള്ള കശുവണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 പിഞ്ച് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. പെരിഞ്ചീരകം അധികം വേണ്ട, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. ഇനി അരയാൻ പാകത്തുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇവിടെ ഞാൻ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ കശുവണ്ടിയൊക്കെ ചേർത്ത് അരയ്ക്കുന്നത് കൊണ്ട് തന്നെ നല്ല കൊഴുപ്പായിരിക്കും കേട്ടോ നമ്മുടെ ഈ അരപ്പിന്. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഇവിടെ നല്ല പാകത്തിന് കുക്കായിട്ടുണ്ട്. ഇത് കുക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വെജിറ്റബിൾസൊക്കെ ഒന്നും ഉടഞ്ഞു പോകാനായിട്ട് പാടില്ല കേട്ടോ. എന്നാലും നല്ല പാകത്തിൽ കുക്കാവുകയും വേണം. ഇവിടെ വെജിറ്റബിൾസ് നല്ല പാകത്തിന് കുക്കായിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു പൊട്ടറ്റോ എടുത്തിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വിരൽ കൊണ്ടൊന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ, നന്നായിട്ട് ഉടഞ്ഞു വരുന്നുണ്ട്. ഈ ഒരു പരുവത്തിൽ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ തേങ്ങയും കശുവണ്ടിയും കൂടെ അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കശുവണ്ടിയൊക്കെ ചേർത്ത് അരച്ചതുകൊണ്ട് ഗ്രേവി പെട്ടെന്ന് തന്നെ കുറുകി വരും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നാൽ ഓവറായിട്ട് വെള്ളം കൂടിപ്പോകാനും പാടില്ല. അങ്ങനെ അരപ്പ് ചേർത്തിട്ട് ഇവിടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ കുറുമയിൽ നമ്മൾ തക്കാളി ചേർക്കാറില്ല കേട്ടോ. ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ അരപ്പ് ചേർത്തതിന് ശേഷം നല്ലൊരു തിള വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇനി മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ വെജിറ്റബിൾ കുറുമയ്ക്ക് നല്ല തിളയൊക്കെ വന്നിട്ട് അല്പം കുറുകിയ പരുവത്തിലായിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കുറുകാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട, കാരണം ഇരിക്കും തോറും ഇതൊന്നുകൂടി തിക്കായിട്ടുള്ള പരുവത്തിലേക്ക് കിട്ടും. ഈ ഒരു പരുവത്തിൽ മതിയാകും കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം തീരെ കുറച്ചിട്ട് കൊടുക്കാം.
ഇങ്ങനെ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുരുമുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്ന പൊടികളൊക്കെ അധികമാകണ്ട കേട്ടോ. അധികമായാൽ ഈ കുറുമയുടെ ടേസ്റ്റിന് വ്യത്യാസം വരും. വളരെ കുറച്ച് മാത്രം പൊടികളൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കിട്ടാനാണ് കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആഫ്രിക്കൻ മല്ലിയുടെ ഒരു ഇലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ആഫ്രിക്കൻ മല്ലിയാണ്. അതിൻ്റെ ഒരു തണ്ട് ഇല ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മല്ലിയില ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി മല്ലിയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ്. ഈ നെയ്യും മല്ലിയിലയൊക്കെ ചേർത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. മൂടി വെച്ചിട്ട് വളരെ കുറച്ച് സമയം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം, ഇടിയപ്പം, ചപ്പാത്തി ഇതിനോടൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുറുമയാണ്. വളരെ സിമ്പിളാണ് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.